വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു കറി പോലും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പുട്ടുപൊടി ഉപയോഗിച്ചാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. അതിനായി ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യ് അല്ലെങ്കിൽ എണ്ണയാണ്. ഞാനിവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പുട്ടുപൊടിയാണ്. ഞാൻ 1 കപ്പ് പുട്ടുപൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡബിൾ ഓഴ്സിൻ്റെ പുട്ടുപൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിന് ഇടിയപ്പപ്പൊടി എടുക്കരുത്, പുട്ടുപൊടി തന്നെ വേണം നമുക്ക്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായി എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതിവിടെ ഒന്ന് മൂടി വയ്ക്കണം. ഈ സമയത്ത് നമുക്കിതിൻ്റെ ടോപ്പിങ്ങിന് ആവശ്യമുള്ള നട്ട്സ് കുറച്ച് മുറിച്ചെടുക്കാം. ഞാൻ ആദ്യം കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. ബദാം നമുക്ക് ചെറുതായി ഒന്ന് ഇതുപോലെ നുറുക്കിയെടുക്കാം. മിക്സിയിൽ പൊടിക്കണ്ട കേട്ടോ, മിക്സിയിൽ പൊടിക്കുമ്പോൾ തീരെ പൊടിയായി പോവും. ഇതുപോലെ നുറുക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് പിസ്തയാണ്. ഇപ്പോൾ ഞാനിതവിടെ ഒരു 5-6 പിസ്ത എടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും ഇതുപോലെ നുറുക്കിയെടുക്കാം. ഇതൊക്കെ ഇതിൻ്റെ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ, ഒരു നിർബന്ധമില്ല. പിന്നെ ഉള്ളത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഇതാ ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ഇത് കൈ കൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി വെക്കാം. ഇനി ഓരോ ബോൾസായി എടുത്ത് ഇതുപോലെ നീളത്തിലൊന്ന് പരത്തിയെടുക്കണം. ഇനി ഇതാ ഞാൻ ഈ മുറിക്കുന്ന പോലെ ഈ ഒരു ഷേപ്പിൽ, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. ഞാനിത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ മുറിച്ചെടുക്കുന്നുള്ളത്. അതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കണം. ഞാനിത് ഇതുപോലെയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അടുത്തത് റെഡിയാക്കാം. അതിനായി ഇനി നമുക്ക് വേണ്ടത് കസ്റ്റർഡ് പൗഡറാണ്. ഞാൻ വാനില ഫ്ലേവറിലെ കസ്റ്റർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 സ്പൂൺ ഒരു ബൗളിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. പ്ലെയിൻ വാട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചിട്ട് കൊടുക്കുന്നുള്ളത്. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കണം. നന്നായി തിള വരാറാവുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡർ ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 സ്പൂൺ മിൽക്ക് മെയ്ഡാണ്. ഈ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് നമ്മൾ നന്നായി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനിയും ഇതുപോലെ കൈവിടാതെ ഇളക്കണം. പെട്ടെന്ന് തന്നെ ഇതുപോലെ കുറുകി വരും. കോൺഫ്ലവറും മിൽക്ക് മെയ്ഡും ചേർത്ത് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കൈവിടാതെ ഇളക്കണം എന്ന് പറയുന്നുള്ളത്. ഈ സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബോൾസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം മെല്ലെ വേണം കേട്ടോ ഒന്ന് മിക്സ് ചെയ്യാൻ. അധികം ഇളക്കി മിക്സ് ചെയ്യരുത്. നമ്മൾ ബോൾസ് ചേർക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം നമ്മൾ ബോൾസ് ഓൾറെഡി വേവിച്ച് വെച്ചതാണല്ലോ. ഇതിൻ്റെ ടോപ്പിങ്ങിനായി വെച്ചതിൽ നിന്ന് ഞാൻ കുറച്ച് ഇതിൽ തൂവി കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ അവസാനം ചേർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇനിയും ഇത് കുറുകരുത് കേട്ടോ. ഇപ്പോൾ ഇതാ പാകത്തിനായിട്ടുണ്ട്. തണുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ ഇതാ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മേലെ ബാക്കിയുള്ള നട്ട്സ് കൂടി ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യാം. ബദാം നുറുക്കിയതും പിസ്ത നുറുക്കിയതും പിന്നെ നമ്മൾ നേരത്തെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുണ്ടല്ലോ, അതും കൂടിയിട്ട് നമുക്കിത് നന്നായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഈ ബ്രേക്ക്ഫാസ്റ്റ് കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.